അടിപൊളി ഒരു ചിക്കൻ സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ? കുറച്ച് പരിപാടികളുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയെന്ന് കണ്ടാലോ? അതിനായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് കൂടി പോകാനേ പാടില്ല, ചെറു ചൂടുവെള്ളം. നമ്മൾ ഈ വെയിലത്തൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടില്ലേ, അത്രയും ചൂടേ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്കൊരു 1.25 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാനേ പാടില്ല, 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു സ്റ്റീൽ കപ്പിലോ ഏതിലെങ്കിലും 2.5 കപ്പ് മൈദ അളന്നെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാകും, പക്ഷേ ടേസ്റ്റ് ബട്ടർ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 10 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ, ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത് പാലിലാണ് കേട്ടോ. ചെറു ചൂടുള്ള പാലിലാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. 1 കപ്പ് ചെറു ചൂടുള്ള പാൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായി ചേർത്തിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമേ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല, കുറേശ്ശെ 2 3 തവണയായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പാൽ ചേർക്കാൻ ഇഷ്ടമില്ല, പാൽ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 3 തവണയായിട്ട് ഒഴിച്ച് കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുഴച്ചെടുത്തപ്പോഴേക്കും എനിക്ക് ലാസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി മാവ് പോലെയല്ല, ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് അങ്ങ് ഒട്ടുന്ന കൺസിസ്റ്റൻസി ആയിത്തീരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മാവിനെ ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ബൗളിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഡോ വെച്ച് കൊടുക്കുക. ഡോയുടെ മുകളിലും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടവൽ നനച്ച് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലിഡ് കൂടെ വെച്ച് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഈ മാവ് ഡബിൾ സൈസായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്നുകിൽ അടുപ്പിനടുത്തായിട്ട് വെച്ച് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഓവൻ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചാലും മതിയാകും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫില്ലിങ് തയ്യാറാക്കാം. ഒരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി അതിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നപ്പോൾ നമുക്കതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഓരോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 3 ചെറിയ സവോള അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചിക്കനിൽ ഉള്ള ആ വെള്ളം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഒരുപാട് നമ്മൾ ബ്രൗൺ കളറാക്കി എടുക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഞാനിതിപ്പോൾ ചോപ്പറിലിട്ട് നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർക്കുന്നതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് ഈ ഉള്ളി കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ആ ചിക്കൻ മുഴുവനായിട്ടും മിക്സിയുടെ വലിയ ജാറിലിട്ട് 1-2 പൾസ് ബട്ടൺ അടിക്കുമ്പോഴേക്കും അത് ക്രഷായി കിട്ടിയിട്ടുണ്ടാവും. അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാനേ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അത് വലിയ ജാറിലിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഉപ്പ് നോക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഏതായാലും 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതെപ്പോഴും ശ്രദ്ധിക്കുക, ചിക്കൻ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് പരിപാടികളിലൂടെ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ പാലിലേക്ക് 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് മിക്സ് ചെയ്തതിനെ ഒന്ന് പാനിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്നൊരു മയോണൈസ് പരുവത്തിലാക്കി എടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. മയോണൈസ് പരുവത്തിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലിങ് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച ഒരു കൺസിസ്റ്റൻസി ആവും. നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം നല്ല സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. നമ്മുടെ ഈ സ്നാക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പിരിഞ്ഞ് വീഴുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫില്ലിംഗ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോ എടുക്കാവുന്നതാണ്. 2 മണിക്കൂറിന് ശേഷം ഡോ ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടാലോ. അതിനായിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പാനിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആ പാനും നന്നായിട്ടൊന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പാനിൻ്റെ സൈസിൽ വേണം നമ്മളിതിനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഡോ എടുത്ത് 2 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് ഒരു ഡോ എടുത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒരുപാട് പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തിയെടുക്കുക. പൊടിയൊന്നും ഇടാതെ നന്നായിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത് കുറച്ച് നല്ല സോഫ്റ്റ്നെസ്സും ആ ഒരു ഓയിലിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി പരത്തിയെടുത്ത ഇതിനെ നമ്മൾ നേരത്തെ ഓയിൽ തേച്ച് വെച്ചിരിക്കുന്ന ആ പാത്രത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ ഫില്ലിങ് അതിന് മുകൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ടും വെച്ച് കൊടുക്കുക. സൈഡിൽ 1 ഇഞ്ച് സ്ഥലം വീതം വിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഷീറ്റ് ചീസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി അതേ സൈസിൽ തന്നെ നമുക്ക് മറ്റേ ബാക്കിയിരിക്കുന്ന മാവിനെ കൂടെ പരത്തി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതേ അളവിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതും വെച്ച് കൊടുത്തതിന് ശേഷം സൈഡെല്ലാം നന്നായിട്ട് നമ്മൾ പിച്ചി ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് വേണം സൈഡ് മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ കൈ വെള്ളത്തിൽ നന്നായിട്ട് പച്ചവെള്ളത്തിൽ നനച്ചെടുത്തിട്ട് സൈഡെല്ലാം നല്ലതുപോലെ ആ വെള്ളം തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മാവങ്ങ് ഒട്ടി അവിടെ ഇരുന്നോളും. ഇനി ഒരു സ്പാച്ചുല കൂടെ കൊണ്ട് ആ സൈഡെല്ലാം ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാനിലേക്ക് ഇട്ടതിന് ശേഷം സൈഡെല്ലാം ഒന്നുകൂടി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് അടുപ്പിൽ വെക്കരുത്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത ഒരു തട്ടിൻ്റെ മുകളിലേക്ക് വേണം നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ലോ ആക്കുക, അടച്ച് വെക്കുക. ഇങ്ങനെ ഹോളുണ്ടെങ്കിൽ അതും കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് 20 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുക്കായിക്കോട്ടെ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിനെ തുറന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അതിനെ വേറൊരു തട്ടിലേക്ക് മറിച്ചതിന് ശേഷം വീണ്ടും കമഴ്ത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. കമഴ്ത്തി ഇട്ടതിന് ശേഷം അടിഭാഗത്ത് നന്നായിട്ട് ഒന്നുകൂടി ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ബ്രഷ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതൊരു 17 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. അടച്ച് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. ഇനി അടച്ച് വെക്കേണ്ട. 17 മിനിറ്റ് ആയി കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുക്കായി കിട്ടും. ഞാനൊരു 2 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ മുകൾ ഭാഗം കുറച്ചൊന്ന് ക്രിസ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 17 മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ബണ്ണ് പോലെ സോഫ്റ്റ് ആകുമേ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം.